വചനാമൃതം തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് എ. സുരേഷ്. നന്മ ആഗ്രഹിക്കാത്തവരായി നമ്മളിൽ ആരാണുള്ളത്? നല്ലത് കാണാനും നല്ലത് കേൾക്കാനും നല്ലത് പ്രവർത്തിക്കാനും തന്നെയാണ് എല്ലാവരും ഇഷ്ടപ്പെടുന്നത്. തനിക്ക് മാത്രമല്ല, ലോകത്തിനും നന്മ ഭവിക്കണമെന്നാണ് നമ്മുടെ പ്രാർത്ഥനകളൊക്കെയും. ലോകാ സമസ്ത സുഖിനോ ഭവന്തു, ലോകത്തിനെല്ലാം സുഖവും സന്തോഷവും ഉണ്ടാവട്ടെ. മതഗ്രന്ഥങ്ങളും പ്രവാചകന്മാരുമെല്ലാം അതുതന്നെയാണ് പറഞ്ഞിട്ടുള്ളത്. നീ നിന്നെപ്പോലെ നിന്റെ അയൽക്കാരനെയും സ്നേഹിക്കുക, സത്യം പറയുക, ആരെയും ദ്രോഹിക്കരുത്. വാക്കുകൊണ്ടും പ്രവൃത്തി കൊണ്ടും മാത്രമല്ല, മനസ്സുകൊണ്ടുപോലും തിന്മ ചെയ്യരുത്. നോക്കൂ, എന്നിട്ടും എന്താണ് സംഭവിക്കുന്നത്? ദിവസവും നമ്മെ തേടി വരുന്ന വാർത്തകൾ എന്തെല്ലാമാണ്! കൊലകൾ, പീഡനങ്ങൾ, സ്വയംഹത്യകൾ. രാവിലെ വാതിലിൽ മുട്ടുന്നത് ചോരയേറ്റുന്ന വർത്തമാനങ്ങൾ എന്ന് കവി. ടെലിവിഷൻ വാർത്ത കുടുംബസമേതമിരുന്ന് കാണാൻ പറ്റില്ലെന്ന് ഗൃഹനാഥൻ പരിതപിക്കുന്നു. നല്ല വാർത്തയെന്ന് ഒരു ചാനലിൽ കണ്ടപ്പോൾ അരികിലിരുന്ന കൊച്ചുമകൾ ചോദിച്ചു, അപ്പോൾ ബാക്കിയെല്ലാം ചീത്ത വാർത്തയാണല്ലേ അച്ഛാ എന്ന്. എത്ര വാസ്തവം! എന്തുകൊണ്ടാണിങ്ങനെ? ലോകം എന്താണിങ്ങനെ എന്ന ചോദ്യം ഉയരുമ്പോൾ എല്ലാവരും രോഷാകുലരാകുന്നു. ആളുകളുടെ ബോധമില്ലായ്മ, അവിവേകം, കുറ്റമെല്ലാം മറ്റുള്ളവരുടേതാകുന്നു. അവരുടെ തെറ്റുകൾ, അവരുടെ വീഴ്ചകൾ. അന്യനാണ് നരകമെന്ന് ഫ്രഞ്ച് ചിന്തകനായ സാർത്ര് പറഞ്ഞിരുന്നല്ലോ. തിന്മ മറ്റുള്ളവരുടേത് മാത്രമാണോ? സ്വയം തിരുത്താനും മാറാനുമുള്ള ശ്രമം ആരംഭിക്കുമ്പോൾ നാം തിരിച്ചറിയുന്നു അതിനാണ് ഏറ്റവും പ്രയാസമെന്ന്, ഏറ്റവും ബുദ്ധിമുട്ടെന്ന്. തിന്മയുടെ ശക്തി എത്രയെന്ന് വെളിപ്പെടുത്തുന്ന ഒരു കഥ ഇങ്ങനെ. തൻ്റെ സഞ്ചാരത്തിനിടയിൽ വഴിതെറ്റിയ ഒരു കരിന്തേൾ തോട്ടിലെ തവളയോട് പറഞ്ഞു, എന്നെ ഒന്ന് അക്കരെ എത്തിച്ചു തരണം. 5-6 ദിവസമായി പോന്നിട്ട്. തേളിൻ്റെ സ്വഭാവം അറിയുന്ന തവള പറഞ്ഞു, എന്നെക്കൊണ്ട് പറ്റില്ല. ഇല്ല ചങ്ങാതി, എൻ്റെ ഭാര്യയും മക്കളുമെല്ലാം അക്കരെ കാത്തിരിക്കുകയാണ്. അവരെ കാണാനുള്ള തിടുക്കത്തിലാണ്, ഉപദ്രവിക്കില്ല. തവള പറഞ്ഞു, എനിക്ക് നിന്നെ വിശ്വാസമില്ല. വഴിയിൽ വെച്ച് കുത്തിയാൽ നിന്റെ വിഷം തീണ്ടി നീയും ചാകും, ഞാനും. ഒരിക്കലുമില്ല, എൻ്റെ രക്ഷയ്ക്കല്ലേ. ഒടുവിൽ മനസ്സില്ലാതെ തവള സമ്മതിച്ചു. പാതി വഴിയിൽ വെച്ച് ഭയപ്പെട്ടത് തന്നെ സംഭവിച്ചു. കുത്തേറ്റ് പിടഞ്ഞ തവള ചോദിച്ചു, ഞാൻ പറഞ്ഞതല്ലേ, എന്തിനായിരുന്നു ഈ ചതി? തേൾ പറഞ്ഞത്, ഞാൻ അറിഞ്ഞുകൊണ്ട് ചെയ്തതല്ല സഹോദര എന്നായിരുന്നു. എന്തുകൊണ്ടാണ് ലോകത്തിന് മാറ്റം വരാത്തതെന്ന് അന്വേഷിക്കുമ്പോൾ നാം കണ്ടെത്തുന്നത് നമ്മുടെ തന്നെ മനസ്സിനെയാണ്. നാം നമ്മുടെ ഇഷ്ടങ്ങളോടും പ്രിയങ്ങളോടും എത്രമാത്രം പറ്റിച്ചേർന്നിരിക്കുന്നു. എളുപ്പം മാറാൻ കൂട്ടാക്കാത്ത ഒന്നാണ് മനുഷ്യ മനസ്സ്. നമ്മുടെ ചെയ്തികളിൽ തെറ്റ് കാണാൻ നമുക്ക് പ്രയാസമാണ്. എന്തിന്, നമ്മുടെ തോന്നലുകളിൽ പോലും. നല്ലത് ചെയ്യണമെന്ന് ആഗ്രഹിക്കുമ്പോഴും നാം ചെയ്യുന്നത് നമുക്ക് ഇഷ്ടമുള്ളവയും തൃപ്തിയുള്ളവയും മാത്രമാണ്. മനസ്സിന് പഴമയോടൊട്ടി നിൽക്കാനാണ് ഇഷ്ടം. എങ്ങനെയാണോ ഉള്ളത് അതിലൊരു മാറ്റവും വരുത്താൻ മനസ്സാഗ്രഹിക്കുന്നില്ല. സ്റ്റാറ്റസ് കോയിൽ തുടരാനാണ് സന്തോഷം. മാറുമ്പോൾ ഞാൻ എന്നത് ഇല്ലാതായി പോകുമെന്ന പരാജയഭീതി. അങ്ങനെ അറിയാതെ നാം നമ്മുടെ തന്നെ സംരക്ഷകരാകുന്നു. മനസ്സ് വരച്ചു വച്ചിരിക്കുന്ന ഞാൻ എന്ന ചിത്രത്തെ മാറ്റാൻ നമുക്ക് എളുപ്പമല്ല. നന്മയിലേക്കുള്ള തടസ്സം മാറാൻ കൂട്ടാക്കാത്ത നമ്മുടെ ഈ പഴമനസ്സ് തന്നെയല്ലേ. അതുകൊണ്ടാണ് പറയുന്നത്, തെറ്റുകളാരും ബോധപൂർവം ചെയ്യുകയല്ല, വിഷത്തെ അമൃതാക്കുന്ന കല അഭ്യസിക്കുകയല്ലേ നമുക്ക് പോംവഴിയുള്ളൂ. വെറുക്കേണ്ടത് പാപിയെയല്ല പാപത്തെയാണെന്ന് യേശു പറയുന്നതും എത്ര വാസ്തവം. വചനാമൃതമാണ് നിങ്ങൾ ഇതുവരെ കേട്ടത്. തയ്യാറാക്കി അവതരിപ്പിച്ചത് എ. സുരേഷ്.